بسم الله الرحمن الرحيم بسم الله الرحمن الرحيم باب سؤال جبريل النبي صلى الله عليه وسلم عن الإيمان والإسلام والإحسان وعلم الساعة وبيان النبي صلى الله عليه وسلم له ثم قال جاء جبريل عليه السلام يعلمكم دينكم فجعل ذلك كله دينا وما بين النبي صلى الله عليه وسلم لوفد عبد القيس من الإيمان وقوله تعالى ومن يبتغي غير الإسلام دينا فلن يقبل منه. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൊട്ട് മുമ്പത്തെ ബാബിൽ മുഅ്മിനീങ്ങൾ ഈമാൻ നഷ്ടപ്പെട്ടു പോവലിനെ ഭയപ്പെടേണ്ടതുണ്ട്. ബാബു ഖൗഫിൽ മുഅ്മിനി മിൻ അൻ യഹ്ബത അമലുഹു വഹുവ ലാ യശ്ഉർ. ആ ബാബിൽ തന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രണ്ടാമതായി വമാ യുഹ്ദറു മിനൽ ഇസ്റാരി അലൻ നിഫാഖി വൽ ഇസ്യാൻ മിൻ ഗൈരി തൗബ കൂടാതെ ദോഷത്തിൽ നിരതനാവലിനെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ബാബാണ് എന്ന് പറഞ്ഞ ബാബ് പറഞ്ഞതിൻ്റെ ശേഷം ഇമാം ബുഖാരി പറയാണ്, ഈമാൻ പോവലിനെ ഭയപ്പെടണമെങ്കിൽ നിഫാഖിലായും കൊണ്ടും ഇസ്യാനിലായും കൊണ്ടും നിലനിന്നാൽ ഈമാൻ നഷ്ടപ്പെടലിന് ഈമാൻ കിട്ടാതെ മരണപ്പെട്ടു പോകും എന്നതും ഭയപ്പെടണമെങ്കിൽ ഉള്ള ഈമാൻ പോവലിനെ അല്ലെങ്കിൽ ഈമാൻ വരലിനെ വരണമെങ്കിൽ ഈമാൻ എന്താ തിരിയണ്ടേ? ലാത്ത തർത്തീബാണ് ഇമാം ബുഖാരിൻ്റെ ബാബുകൾ തമ്മിൽ. അതാണ് ഇമാം ബുഖാരി ബയാൻ ചെയ്യുന്നത്. ഈമാൻ നഷ്ടപ്പെടലിനെ ഭയപ്പെടണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ പറയാണ്, എന്താണ് ഈമാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം, എന്നാലേ അത് നഷ്ടപ്പെടുന്നത് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ ബാബിൽ കൂടെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവോട് ഉദ്ദേശിക്കുന്നതും ഇവിടെ തർത്തീബാക്കിയതും. ബാബു സുആലി ജിബ്രീല അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചതിനെ ബയാൻ ചെയ്യുന്ന ബാബാണ്. എന്തിനെ പറ്റിയാണ് ചോദിച്ചത്? അനിൽ ഈമാനി, ഈമാനിനെ തൊട്ട്, വൽ ഇസ്ലാമി, ഇസ്ലാമിനെ തൊട്ട്, വൽ ഇഹ്സാനി, ഇഹ്സാനിനെ തൊട്ട്, വ ഇൽമി സ്സാഅ, അസ്സാഅ എന്ന് പറഞ്ഞാൽ കിയാമത്ത് നാളാണ്. കിയാമത്ത് നാളിൻ്റെ സമയത്തെ പറ്റിയുള്ള അറിവ്, അതിനെപ്പറ്റി ചോദിച്ചു. കിയാമത്ത് നാൾ സമയത്തെ പറ്റിയുള്ള അറിവിനെ പറ്റി തന്നെ ചോദിക്കണത്. മറുപടിയിലാണ് അറിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇൽമു സാഅത്തിനെ പറ്റി തന്നെയാണ് ചോദിക്കുന്നത്. സാഅത്തിനെ അറിയാൻ സാഅത്തിൻ്റെ സമയം എപ്പോൾ അറിയാം. ഖിയാമത്ത് നാളിലേക്ക് അസ്സാഅ എന്ന് പ്രയോഗിക്കാനുള്ള കാരണം ഇമാമിങ്ങൾ പറയുന്നത്, അത് ലാ യഅ്തിഹ ഇല്ലാ ബഗ്ത, അത് പെട്ടെന്ന് വന്ന് തീരും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഒരു സമൂഹത്തെ ഒന്നായിട്ട് നശിപ്പിക്കുന്നിടത്തൊക്കെ അങ്ങനെ ഉണ്ടാകുക, പെട്ടെന്നായിരിക്കും. ഒരു പൊട്ടി മരണം, വെള്ളപ്പൊക്കമുള്ള മരണം, ഭൂകമ്പമായിട്ടുള്ള മരണങ്ങൾ, അല്ലെങ്കിൽ കാറ്റും കോളുമായിട്ടുള്ള മരണങ്ങൾ, ഇങ്ങനെ ഏത് പെട്ടെന്നുള്ള പ്രകൃതി ക്ഷോഭങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ആ മരണങ്ങൾ മുഴുവനും പെട്ടെന്ന് നടക്കലാണ്. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്, അല്പസമയം കൊണ്ട്, അരമണിക്കൂർ കൊണ്ട് ഒരു നാടൊന്നായിട്ട് ഖറാബാകുക, ഉള്ള ആൾക്കാർ മുഴുവൻ മരിക്കുക എന്നതുപോലെ നാം സൂക്ഷിക്കേണ്ട അവസാനമായുള്ള ഈ ഭൂമിയുടെ നാള്, അത് ഭൂമിയും ഒമാ ഫീഹാ നശിക്കുന്ന ആ ദിവസം, അത് അല്പസമയം കൊണ്ട് എല്ലാവരും നശിക്കും, ഒരാളും ബാക്കി ഉണ്ടാവില്ല. ഒരൊറ്റ കാറ്റും കോളും, ഒരൊറ്റ ശബ്ദം, അതിൽ ഭൂമി മുഴുവൻ നശിച്ചു. കുല്ലു മൻ അലൈഹാ ഫാൻ, മുഴുവനും നശിക്കുന്ന ഒരൊറ്റ ചില്ലറ മണിക്കൂറുകൾ അല്ലെങ്കിൽ ചില്ലറ ടൈമുകൾ, 10 മിനിറ്റിൽ താഴെയുള്ള സമയം, 1.5 മണിക്കൂർ താഴെയുള്ള സമയം കൊണ്ട് ദുനിയാവ് മുഴുവൻ നശിക്കും. വെള്ളപ്പൊക്കത്തിൽ കൂടെ നശിക്കുന്നതും ഭൂകമ്പത്തിൽ കൂടെ നശിക്കുന്നതും നാം കേൾക്കുന്നതാണ്.
എല്ലാം നിമിഷ നേരം കൊണ്ട്, ആ നിമിഷ നേരം കൊണ്ട് ഒരാൾക്കും മറ്റൊരാളെ ചിന്തിക്കാനോ ഊഹിക്കാനോ കഴിയുന്നതിൻ്റെ മുമ്പ്, ഒരാൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് എല്ലാവരും നശിച്ചു പോകും. അതുകൊണ്ടാണ് അല്പസമയത്തെ പറ്റി ആ ഒരു ടൈം എന്ന് പ്രയോഗിക്കുന്നത്. സുവാലുമുക്കത്തുവാണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശദീകരണത്തെയും വിശദീകരിക്കുന്ന ബാബാണ് ലഹു ജിബ്രീലിനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബയാൻ ചെയ്ത് വിശദീകരിച്ചു കൊടുക്കുന്ന, അതും വിശദീകരിക്കുന്ന ബാബാണ്. അങ്ങനെ ജിബ്രീൽ കുറേ കാര്യങ്ങൾ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് മറുപടി കൊടുത്തു. സുമ്മ ഖാല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ബാബത്തോടു കൂടെ കഴിഞ്ഞു, ഇനി വിശദീകരണത്തിലേക്ക് കടക്കുകയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജാഅ ജിബ്രീലു അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരിക്കുന്നു. യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങൾക്കുള്ള ദീനിനെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നവരായ സ്ഥിതിയിൽ. ഇമാം ബുഖാരി പറയുകയാണ്, ഫജഅല ദാലിക കുല്ലഹു ദീന, ഈ പറയപ്പെട്ട എല്ലാത്തിനെയും ജിബ്രീൽ ഈമാനെ പറ്റി ചോദിച്ചു, അത് വിശദീകരിച്ചു കൊടുത്തു. ഇസ്ലാമിനെ പറ്റി ചോദിച്ചു, അതും വിശദീകരിച്ചു കൊടുത്തു. ഇഹ്സാനെ പറ്റി ചോദിച്ചു, അതും വിശദീകരിച്ചു കൊടുത്തു. ഖിയാമത്ത് നാളിനെ പറ്റി ചോദിച്ചു, അതിനെയും വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് അവസാനം റസൂലുള്ളാഹി പറയാണ്, യുഅല്ലിമുക്കും, ജാഅ ജിബ്രീലു അലൈഹിസ്സലാം യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളെ ദീനെ പഠിപ്പിച്ചു തരാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം വന്നതാണ്. അപ്പം എന്ത് ചെയ്തു? ഈ പറഞ്ഞ എല്ലാ കാര്യവും ദീനാണ്. അതാ ഇമാം ബുഖാരി പറയുന്നത്, ഫജഅല ദാലിക കുല്ലഹു ദീന, ഇതെല്ലാത്തിനെയും ദീനാക്കി ഒറ്റൊന്നാക്കി മാറ്റി. ഇപ്പം ദീന് എന്ന് പറയുന്നത് തന്നെയാണ് ഇസ്ലാം. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്കുള്ള വിശ്വാസങ്ങളും നിങ്ങൾക്കുള്ള ചര്യകളും ആ പറയുന്ന ദീൻ, ഇതെല്ലാം ദീനാണ്. വമാ ബയ്യന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, വാവ് മഅന്റെ മനാക്കുള്ള വാവാണ്. അപ്പോൾ മഫൂൽ മഅന്റെ വാവാണത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മസ്തരിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണത്തോട് കൂടെ നീ മനസ്സിലാക്കിക്കോ. ഫജഅല ദാലിക കുല്ലഹു ദീന, ഇതെല്ലാത്തിനെയും നബി തങ്ങൾ ദീനാക്കി. വമാ ബയ്യന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുത്തതോട് കൂടെ ആർക്ക് വിശദീകരിച്ചു കൊടുത്തു? ലി വഫുദി അബ്ദുൽ ഖൈസിൻ്റെ വഫുദിനിക്ക് മിനൽ ഈമാൻ, ഈമാനെ പറ്റി സ്വീകരിച്ചു കൊടുത്തതു. അതൊന്നും കൂടി കൂട്ടത്തിൽ വായിക്ക്. 2 ബാബ് ശേഷം 37ാമത്തെ ബാബാണ്. ഇതിൻ്റെ ശേഷം വരാൻ പോകുന്ന 40ാമത്തെ ബാബിൽ വഫുദ് അബ്ദുൽ ഖൈസ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഈ കിതാബുൽ ഈമാനിൽ തന്നെ ആ സംഭവം പറയുന്നുമുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു, വിശദമായ ചർച്ചകൾ നടത്തി. ആ ചർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റാവി പറയാണ്, ഫഅമറഹും ബി അർബഇൻ വനഹും അൻ അർബഅ, അമറഹും ബിൽ ഈമാൻ ബില്ലാഹി വഹദ, ഖാല അതദറൂന മൽ ഈമാൻ ബില്ലാഹി വഹദ. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വഹിദാനിയ, വഹിദ് ഏകനായും കൊണ്ട് സ്ഥിതിയിൽ അല്ലാഹുവിനെ കൊണ്ടുള്ള ഈമാൻ എന്താ നിങ്ങൾക്ക് അറിയുമോ? ഖാലു അല്ലാഹു റസൂലു അഅലം. ഖാല ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈമാൻ പറഞ്ഞാൽ അതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിനെ മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയലാണ്. അവിടെ ഈമാൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അതാണ്. അതും കൂടി കൂട്ടിങ്ങിട്ട് വായിക്ക്. അതോട് വ ഖൗലുഹു തആല, അല്ലാഹുവിൻ്റെ ഖൗലോട് കൂടെയും, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ, ഇസ്ലാം അല്ലാത്തതിന് ആരെങ്കിലും ദീനായി തേടിയാൽ സ്വീകരിക്കൂല. അപ്പം ഇസ്ലാം ദീനാണ്. അപ്പോൾ ദീന് എന്ന വിഷയത്തിൽ ഇസ്ലാം, ഈമാൻ ഇതെല്ലാം ഉൾപ്പെടുത്തും. ഇസ്ലാമും ഈമാനും ഒന്നാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേക പോക്കാണ്, വളരെ അത്യാവശ്യമായ, വളരെ മനസ്സിലാക്കേണ്ട ഒരു പോക്കാണ് ഇമാം ബുഖാരിയുടേത്. ചില അന്തംഗമ്മികൾ അവർ സൂഫികളാണെന്ന് പറയും, ഔലിയാക്കളാണെന്ന് പറയും, പല പേരിൽ വരും. പറയും ഓ മുസ്ലിമാണ്, ഓട്ടോ മൂമിനല്ല. ചില ആൾക്കാർ പറയും ഓ മൂമിനെ ആയിട്ടുള്ളൂ, മുസ്ലിം ആയിട്ടില്ല. ഇങ്ങനെ ഈമാനെയും ഇസ്ലാമിനെയും വേർതിരിച്ചിട്ട്
ഒരു അന്തമില്ലാത്ത വർത്താനം പറയുന്നവർക്ക് ഇമാം ബുഖാരി പറഞ്ഞു കൊടുക്കുന്നതാണ്, ഈമാന് എന്ന് മൂമിന് എന്ന് പറഞ്ഞാലും മുസ്ലിം പറഞ്ഞാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്ന വാക്കാണ്. മൂമിന് ഇസ്ലാമിനെ തൊട്ടും മുസ്ലിം ഈമാനിനെ തൊട്ടും ഒഴിവായി വരൂല. ഇത് രണ്ടും കൂടി ഉള്ളവനെ പറ്റി തന്നെ മുസ്ലിം എന്ന് പറയുള്ളൂ, ഈമാൻ എന്ന് പറയുള്ളൂ. ഭാഷാപരമായി രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ശറഈന്റെ കാഴ്ചപ്പാടിൽ മൂമിൻ മുസ്ലിമാണ്, മുസ്ലിം മൂമിനാണ്. അത് രണ്ടും മുട്ടുപിരിയില്ല. അതുകൊണ്ട് ആ ഒരു മാഞ്ഞാളവുമായി വരണ്ട. എന്താ മാഞ്ഞാളം? ഓ മുസ്ലിമാണ്, ഓ മൂമിനായിട്ടില്ല, ഓ മൂമിനാണ്, ഓ മുസ്ലിമായിട്ടില്ല, ഇങ്ങനെയുള്ള പർസി പറയരുത്. രണ്ടും ഒന്നാണ്. അതാണ് ഖുർആന്റെയും ഹദീസിന്റെയും ളാഹിർ. വബിഹി ഖാല ശൈഖുൽ ഇമാമുൽ ഹാഫിളു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റഹിമഹുല്ലാഹു തആല വനഫഅനാ ബിഉലൂമി. ഹദ്ദസനാ മുസദ്ദദുൻ قال حدثنا إسماعيل بن إبراهيم قال أخبرنا أبو حيان التيمي عن أبي زرعة عن أبي هريرة رضي الله عنهم أنه قال كان رسول الله صلى الله عليه وسلم يوما بارزا للناس فأتاه رجل فقال ما الإيمان؟ قال الإيمان أن تؤمن بالله وملائكته وبلقائه ورسله وتؤمن بالبعث. قال ما الإسلام؟ قال الإسلام أن تعبد الله ولا تشرك به وتقيم الصلاة وتؤدي الزكاة المفروضة وتصوم رمضان. قال ما الإحسان؟ قال أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك. قال متى الساعة؟ قال ما المسؤول عنها بأعلم من السائل. وسأخبرك عن أشراطها إذا ولدت الأمة ربها وإذا تطاول رعاة الإبل البهم في البنيان في 5 لا يعلمهن إلا الله. ثم تلا النبي صلى الله عليه وسلم إن الله عنده علم الساعة الآية. ثم أدبر فقال ردوه فلم يروا شيئا. فقال هذا جبريل جاء يعلم الناس دينهم. قال أبو عبد الله جعل ذلك كله من الإيمان. ഈ ഹദീസിൽ 5 റാവികളെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 5 റാവികൾ, ഒന്ന് മുസദ്ദദ് റളിയല്ലാഹു അൻഹു, അവരെ സംബന്ധിച്ച് മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. 2 ഇസ്മാഈൽ ബിൻ ഇബ്രാഹിം, അവരെ സംബന്ധിച്ചും മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. അന്ന് പറയുന്ന ഇസ്മാഈൽ ബിൻ ഉലയ്യ, ഇബ്നു ഉലയ്യ, അത് നമ്മളന്ന് വിശദീകരിച്ചു. ഇസ്മാഈൽ എന്നവരുടെ ഉമ്മ ഉലയ്യ ഉമ്മയാണ്, പിതാവാണ് ഇബ്രാഹിം. ഉലയ്യ എന്ന മഹദി ലോകപ്രസിദ്ധയായിരുന്നു. അവർ ബുദ്ധിമതിയായിരുന്നു, വളരെ കൂർമ്മ ബുദ്ധിയുള്ളവരും കാര്യശേഷിയുള്ളവരുമായിരുന്നു. അവരടുക്കലേക്ക് അന്നത്തെ കാലത്തെ സ്വാലിഹുൽ മുസിയെ പോലെയുള്ള വലിയ വലിയ ബസറയിലുള്ള മുഹദ്ദിസീങ്ങളും വലിയ വലിയ ഫുഖഹാവും വലിയ വലിയ ഖോജകളും അന്നത്തെ വലിയവരെല്ലാം നേതാക്കന്മാരെല്ലാം അടുക്കലേക്ക് കടന്നു വരികയും അവരുമായി വിശദമായി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഹദീസുകൾ ചർച്ച ചെയ്യും, കാര്യങ്ങൾ ചർച്ച ചെയ്യും, രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്യും. വുജൂഹുന്നാസും അവരുടെ അടുക്കലേക്ക് വരും. വഖദ് മറ ദിക്റുഹു ഫീ ബാബി ഹുബ്ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഈമാൻ. ഹുബ്ബുർ റസൂലി മിനൽ ഈമാൻ എന്ന് പറയുന്ന ബാബിൽ അവരെ സംബന്ധിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ വലിയവരാണ് അവർ. പിന്നെ മൂന്നാമതായി നമ്മൾ സ്ഥലത്തുള്ളത് അബൂ ഹയ്യാൻ എന്നവരാണ്. അബൂ ഹയ്യാൻ, അവരുടെ പേര് യഹ്യ ബിൻ ഹയ്യാൻ അൽ കൂഫിയു അത്തൈമിയു. യഹ്യ ബിൻ ഹയ്യാൻ എന്നാണ്, കൂഫക്കാരനാണ്.
അഹ്മദ് ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്നു ഹുവ സിഖത്തുൻ സ്വാലിഹുൻ, അവർ സിഖത്താണ്, സ്വാലിഹു ആണ്, ബാറാണ്, സാഹിബു സുന്ന, ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആളുകളുമാകുന്നു. അവരുടെ മരണം അബൂ ഹയ്യാൻ എന്നവരുടെ മരണമുള്ളത് 145-ലാണ്. ധാരാളം ശിഷ്യന്മാരും അവർക്കുണ്ട്. അവരുടെ പേര് ബുഖാരിയിൽ വന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ മഹത്വം. ഹയ്യാൻ അവിടെ നമ്മൾ വായിക്കേണ്ടത്, പിന്നെ ഞാൻ അബൂ ഹയ്യാന എന്ന് ഒരു മുൻസരിഫായിട്ടാണോ അതല്ല അബൂ ഹയ്യാനിൻ എന്ന് മുൻസരിഫായിട്ടാണോ വായിക്കേണ്ടത്? അവിടെ ഇമാമിക്ക് രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന് അലിഫുൻ നൂനും സായിദയാണ്, ഹയാത്ത് എന്നതിൽ നിന്ന് പോയതാണ് ഹയ്യാൻ. അപ്പോൾ ഹയാത്ത് എന്നതിൽ പോകുന്നതാകുമ്പം അലിഫുൻ നൂനും സായിദയായി വരും. നൂന് സായിദയാണ്, അപ്പോൾ ഒരു മുൻസരിഫാണ്. അലമിയത്വമുണ്ട്, അലിഫുൻ നൂന് സായിദയുണ്ട്. മറ്റൊരു അഭിപ്രായമുണ്ടെന്നുള്ളത് ഹയ്യാന് എന്ന വാക്ക് ഹീന് എന്നതിൽ നിന്ന് പോകുന്നതാണ്. അപ്പം നൂന് ലാം ഫീല ലാം കലിമത്താണ്. അപ്പോൾ ഏതല്ല അലിഫുൻ നൂനും സായിദല്ല. അപ്പോൾ അബൂ ഹയ്യാനിൻ എന്നും വായിക്കണം. അപ്പോൾ രണ്ട് കോലുണ്ട് എന്ന് വന്നു. അബൂ ഹയ്യാന എന്നും വായിക്കുക, അബൂ ഹയ്യാനിൻ എന്നും വായിക്കുക. അത് ആ ഹയ്യാനിൻ്റെ അസില് ഏതാണ്? നൂന് അസിലായി ഹീന് എന്നതിൽ നിന്നാണെങ്കിൽ അത് മുൻസരിഫാണ്. അലിഫുൻ നൂനും സായിദയാണ്, ഹയാത്ത് എന്ന് പോകുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഒരു മുൻസരിഫുമാണ്. പിന്നെ അബൂ സുർഅ റളിയല്ലാഹു അൻഹു നാലാമതെ പറ്റി പറഞ്ഞു പോയിട്ടുണ്ട്. നാലാമത് നമ്മുടെ മഹാനായ സ്വഹാബിൽ ജലീൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അത് സംബന്ധിച്ച് നാം പറഞ്ഞതൊന്നും പോരാ, ഇനിയും ധാരാളം ഹദീസുകളിൽ തന്നെ വരാൻ പോകുന്നുണ്ട്. അന്നഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു യൗമൻ, ഒരു ദിവസത്തിൽ, ബാരിസൻ ലിന്നാസ്, ജനങ്ങളിലേക്ക് വെളിവായവരായിരുന്നു. ഹിജാബിൻ്റെ ഉള്ളിലോ റൂമിൻ്റെ ഉള്ളിലോ അല്ല. ബാരിസൻ എന്ന പ്രയോഗം പ്രത്യേക പ്രയോഗമാണ്. മദീനത്തെ പള്ളിയിൽ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരുടെയും ഇടയിലായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെട്ടെന്ന് മനസ്സിലാവില്ല. നബിനെ കണ്ടാൽ നബിനെ തിരിയും. പക്ഷെ എല്ലാവരും ഇരിക്കുന്ന മാതിരി സൊഫ്വട്ടി റസൂലുള്ള ഇരിക്കും. അങ്ങനെ സാധാരണ ക്ലാസ് എടുക്കുന്ന, വയലുറിയുന്ന, ഖുത്ബോതുന്ന സമയത്തല്ലാതെ, ഇമാമത്തൊക്കുന്ന സമയത്തല്ലാതെ നബി തങ്ങൾ വന്നാൽ, പുറത്തുനിന്ന് ഒരാൾ വന്നാൽ നബി ജനങ്ങളുടെ ഇടകലർന്നിരിക്കുന്നവരായത് കൊണ്ട് നബി തങ്ങളെ വേറിച്ചറിയില്ലായിരുന്നു. പിന്നീടാണ് സ്വഹാബത്തിൻ്റെ ഇടയിൽ ചർച്ച നടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രത്യേകമായ സ്ഥലത്തായിരിക്കണം ഇരിക്കേണ്ടത്. ആര് വന്നാലും ചോദിക്കാതെ നബി തങ്ങളെ മനസ്സിലാവണം. അതുകൊണ്ട് നബി തങ്ങൾക്ക് പ്രത്യേക ഒരു സീറ്റ് ഉണ്ടാക്കണം എന്ന് പറയുകയും മറ്റേ പള്ളിയിൽ നബി തങ്ങൾക്ക് ഉയർന്നതായ ഒരു തിണ്ടുണ്ടാക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടാപ്പുറം എന്നെല്ലാം പറയും, അതിൻ്റെ മുകളിലായിരുന്നു പിന്നീട് ഇരുന്നിരുന്നത്. അത് മണ്ണ് കൊണ്ടുണ്ടാക്കിയതായിരുന്നു. ഫഅതാഹു റജുലുൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു പുരുഷൻ വന്നു. നബി തങ്ങൾക്ക് പ്രത്യേകമായി തയ്യാർ ചെയ്ത ആ ഒരു സീറ്റിൽ, ഒരു സ്റ്റേജിൽ ഇരിക്കുമ്പോൾ നബി തങ്ങളുടെ അടുക്കലേക്ക് ഒരു പുരുഷൻ വന്നു. ഫഖാല, എന്നിട്ട് ആഗതൻ പറഞ്ഞു, മല്ലീമാൻ, എന്താണ് ഈമാൻ? ഇവിടെ ഇമാം ബുഖാരി ഹദീസ് പല റിവായത്തുകളിൽ വന്നതിൽ വെച്ച് എല്ലാത്തിലും ഉള്ളത് മാത്രം പറഞ്ഞുള്ള റിവായത്താണിത്. ഇവിടെ ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ അയാൾ വന്നു, ഫാസിനത റുക്ബത്തഹു എന്ന് പറഞ്ഞിട്ട് ഹദീസ് ഉണ്ട്. അലാ റുക്ബത്തൈഹി എന്നെല്ലാം പറഞ്ഞ ഹദീസുകളുണ്ട്. അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. കാരണം അത് ചില റിവായത്തിലുണ്ട്, ചില റിവായത്തിലില്ല. എല്ലാ റിവായത്തിനും ഉള്ളത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ലൊരു പോക്കാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൂടെ ഉദ്ധരിക്കുന്നത്. ഇമാമിങ്ങൾ ഇവിടെയുള്ള ഹദീസുകളെല്ലാം വിശദമായി ഓരോരുത്തരും എങ്ങനെ റിവായത്ത് ചെയ്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ വന്ന ആൾ പ്രത്യേക രീതിയിലാണ് ഇരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ മുമ്പിൽ വന്നിരുന്നു, ഇരിക്കുന്ന മുത്തഅല്ലിം ഇരിക്കുന്ന മാതിരി. പിന്നീട് അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ മുട്ടുംകാലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുട്ടുംകാലിനോട് ഒട്ടിച്ച് വെച്ചു.
അപ്പോൾ എന്ത് വരും? തൊട്ടടുത്തിരുന്നു. നിക്കാഹിന് വാപ്പയും പുതിയാപ്പിളും ഇരിക്കുന്നതിനേക്കാൾ ഒരു ടേബിൾ ഉണ്ടാവുമല്ലോ, അതൊന്നും ഇല്ലാത്ത നിലക്കുള്ള ഇരുത്താണ്ടിരുന്നു. നബി തൊട്ടടുത്ത് പോയിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുട്ടും കാലിൽ വെക്കുകയും ചെയ്തു. എന്താ ഇതിൻ്റെ രൂപം എന്താണെന്ന് തിരിയാതിരിക്കാൻ വേണ്ടി പറയട്ടെ, ഹദീസ് പറയട്ടെ. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, ആർക്കും അയാളെ പറ്റി അറിയില്ല, ആളെ കണ്ടോൽ ആരുമില്ല, എന്നാൽ യാത്രയുടെ യാതൊരു അടയാളങ്ങളുമില്ല. മദീനക്കാരനാവണം അദ്ദേഹത്തിൻ്റെ ശൈലി കണ്ടാൽ, പക്ഷേ അദ്ദേഹത്തെ ഞങ്ങളിൽപ്പെട്ട ഒരാൾക്കും അറിയുകയുമില്ല. വന്നിട്ട് ഒരു പുകമറ സൃഷ്ടിക്കുന്ന രീതിയിൽ നബി തങ്ങളെ തൊട്ടടുത്തിരിക്കുന്നു. അതബ് നോക്കുമ്പം എന്നാൽ കുറേയൊക്കെ അതബുണ്ട്, എന്നാൽ കാല് വെക്കലും കൈ വെക്കലും കൊണ്ട് നോക്കുമ്പം അതബില്ല. ഈ ഒരു രീതിയിൽ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിരുന്നിട്ട് ചോദിക്കുകയാണ്, മല്ലീമാൻ, എന്താണ് ഈമാൻ? ഖാല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലീമാനു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വബിലിഖാഇഹി. അല്ലാഹു തആലാനെ കൊണ്ട് നീ വിശ്വസിക്കലാണ്, അല്ലാഹുവിൻ്റെ എല്ലാ മലക്കുകളെ കൊണ്ടും നീ വിശ്വസിക്കലാണ്, വബിലിഖാഇഹി, അല്ലാഹുവിൻ്റെ ലിഖാഅ് കൊണ്ടും വിശ്വസിക്കലാകുന്നു. അവിടെ അല്ലാഹുവിൻ്റെ ലിഖാഅ് എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളതിൽ ഇമാമിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട ഇമാം പലരും പറയുന്നത് വബിലിഖാഇഹി എന്നുകൊണ്ട് ഉദ്ദേശമുള്ളത് മരണമാണെന്നാണ്. അതാണ് ബഹുമാനപ്പെട്ട ഇമാം നവവിയും അവിടെ റാജിയാക്കിയിട്ടുള്ളത്. മരണം കൊണ്ട് വിശ്വസിക്കുക, ഖിയാമത്ത് നാൾ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറയുന്ന മാതിരി മരിക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം വേണം. കാരണം ആ വിശ്വാസം ഉണ്ടായിത്തീർന്നെങ്കിലേ അവനിക്ക് അല്ലാഹുവിൻ്റെ ഭയപ്പാട് നിലനിൽക്കുകയുള്ളൂ. അതാ വൽ ഹഖ്ഖു അന്നഹാ ഗൈറു മുകററ. പല ചർച്ചകളുമുണ്ട്. ഒബിലിഖാഹി എന്തിനാ പറയുന്നത് എന്നാ. കാരണം ഈമാനും ബിൽ ബഅസ് ഇനി വരാൻ പോകണ്ടല്ലോ, ബഅസന്നല്ല ലിഖാഹ് അല്ല, രണ്ടും രണ്ടാണ്. എന്താണ് ബഅസ് എന്നുകൊണ്ട് മുറാദുള്ളത്? ഖബറിൽ നിന്നുള്ള എഴുന്നേൽക്കൽ, മരിച്ചതിൻ്റെ ശേഷം ഉള്ള രണ്ടാമത്തെ ഉയർത്തെഴുന്നേൽപ്പലാണ് ബഅസ്. ലിഖാഹ് കൊണ്ട് മുറാദുള്ളത് അതിൻ്റെ ശേഷം നടക്കുന്ന സംഗതികളാണ് എന്നൊരു അഭിപ്രായം. അതല്ല, ദുനിയാവിൽ നിന്നുള്ള ആ മരണമാണ് എന്നൊരു മറ്റൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായമാണ് പലരും റാജിയാക്കിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ഖത്താബി റളിയല്ലാഹു അൻഹു പറയുന്നത് ലിഖാഹ് കൊണ്ട് മുറാദുള്ളത് അല്ലാഹുവിനെ കാണുക, അല്ലാഹുവിനെ കാണലാണ്. അങ്ങനെ പറഞ്ഞവരുണ്ട്. പക്ഷേ ഇമാം നവവിക്ക് തൃപ്തിയായിട്ടില്ല. അല്ലാഹുവിനെ കാണൽ കൊണ്ട് ഒരാൾക്ക് ഷഹാദത്ത് മുസ്ലിമാകുമ്പോൾ അത് വിശ്വസിക്കണം എന്നുള്ളതിന്. എന്താണ് ഇമാം പറയുന്നത്? വളരെ സൂക്ഷിക്കേണ്ട വാക്കാണ് ഇമാം നവവി പറയുന്നത്. ഏതൊരാളും വ്യക്തിപരമായി അവൻ അല്ലാഹുവിനെ കാണുമെന്ന് ഉറപ്പ് ലഭിക്കുന്നതല്ല, ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതല്ല, ഉറപ്പിക്കൂല. കാരണം അല്ലാഹുവിനെ കാണുക എന്ന് പറയുന്നത് മുഅ്മിനായി മരിച്ചവർക്ക് മാത്രമുള്ളവരാണ്. ഏതൊരു മനുഷ്യനും എങ്ങനെയാണ് അവനിക്ക് എൻ്റെ ഖാത്തിമത്ത് ഉണ്ടാകുക എന്നറിയില്ലല്ലോ. പിന്നെങ്ങനെ അല്ലാഹുവിനെ കാണുമെന്ന് വിശ്വസിക്കൽ ഈമാന്റെ ഷർത്തിൽപ്പെട്ടതാകാൻ പറ്റുക എന്നാണ് ഇമാം നവവി ചോദിക്കുന്നത്. അത് ചിന്തിക്കേണ്ട വാക്കാണ്. ഏതൊരാളും മുമ്പത്തെ ബാബിൽ പറഞ്ഞതുപോലെ അവൻ്റെ ഈമാൻ സലാമത്തായി മരിക്കും, കലിമത്തു ഷഹാദയോട് കൂടെ മരിക്കും എന്ന് ഉറപ്പിക്കാൻ ഒരാൾക്കും കഴിയൂല. അങ്ങനെ കഴിയാതെക്കുമ്പോൾ ഞാൻ അള്ളാഹിനെ കാണുമെന്ന് എങ്ങനെ വിശ്വസിക്കുക എന്നതാണ് ഇമാം നവവി ചോദിക്കുന്നത്. അതിന് മഹാന്മാർ നവവി ഇമാമിന് മറുപടിക്കുന്ന വാദം, ഇമാം നവവി ഇമാമിനെ നിങ്ങൾ വിചാരിച്ച അങ്ങനെ അല്ലാതെ അർത്ഥം വെച്ചൂടെ? ഒബിലിഖാഹി, അള്ളാഹുവിനെ കൊണ്ട് ഓരോ അൻ തുഅ്മിന ബില്ലാഹ് എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. ഒബിമലായികതിഹി, അള്ളാഹുവിൻ്റെ എല്ലാ മലക്കുകളെ കൊണ്ടും വിശ്വസിക്കണം, അത് ഓരോരുത്തരും വിശ്വസിക്കണം. ഒബിലിഖാഹി, ഓരോരുത്തരും അള്ളാഹുവിനെ കാണുമെന്നുകൊണ്ട് വിശ്വസിക്കണമെന്ന് വെക്കണ്ട. ആരെങ്കിലും കാണും, ലിഖാഹ് എന്നുള്ള സംഭവമുണ്ട്, അതാണ് വിശ്വസിക്കേണ്ടതെന്ന് വെച്ചൂടെ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു മറുപടി ഉണ്ട്, മറുപടി തന്നെയാണ്. എന്നാലും നബി ഇമാമിനോടത്ത് കാര്യമുണ്ട്.
ഓരോരുത്തരും അവരവർ അല്ലാഹു തആലയെ കാണുമെന്ന് ഓർപ്പിച്ചുകൂടാ. കാരണം ഇമാം സലാമത്താവൽ അല്ലാഹുവിൻ്റെ അടുക്കലുള്ള കാര്യമാണ്, ഭാഗ്യമുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ്. പക്ഷേ അല്ലാഹുവിൻ്റെ ആദത്ത് ജാരിയായിട്ടുള്ളത് ദുനിയാവിൽ നല്ല നിലക്ക് ജീവിച്ച ആളുകൾ നല്ല നിലക്ക് മരിക്കൽ തന്നെയാണ്. അങ്ങനെ പ്രതീക്ഷിക്കാമെന്നല്ലാതെ ഉറപ്പാണെന്ന് പറയരുത്. മുമ്പ് നമ്മൾ സൂചിപ്പിച്ച മാതിരി ഇന്ന് പലരും ചെയ്യുന്നത് പോലെ ഉറപ്പിക്കുന്നത് ശരിയല്ല. വറുസുലിഹി, അല്ലാഹുവിൻ്റെ മുർസലീങ്ങളെ കൊണ്ടും നീ വിശ്വസിക്കലാണ്. വതൂമിന, നീ വിശ്വസിക്കലാണ്. ബിൽ ബഅസി, പുനർജന്മം കൊണ്ട് വിശ്വസിക്കണം എന്ന് ഈമാൻ കാര്യങ്ങളോട് വിശദീകരിച്ചു കൊടുത്തു. ഖാല, അതിൽ കിതാബ് പറഞ്ഞിട്ടില്ല, റിവായത്ത് കിതാബുണ്ട്. ഖാല, ആ ബന്ന ആഗതൻ പറഞ്ഞു, ആ റജുൽ പറഞ്ഞു, മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം? ഖാല, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അൽ ഇസ്ലാമു അൻ തഅബുദല്ലാഹ വലാ തുശ്രിക ബിഹി, നീ അല്ലാഹുവിനക്ക് ഇബാദത്തിലാണ്, അല്ലാഹുവിനെ കൊണ്ട് ഒന്നിനെയും ശിർക്ക് വെക്കാതെ അല്ലാഹു തആല ഏകനാണെന്ന് വിശ്വസിച്ചു അല്ലാഹു തആലാക്ക് മാത്രം നീ ഇബാദത്ത് ചെയ്യാ. വതുഖീമസ്വലാത്ത, അവിടെ ഷഹാദത്ത് പറയാവുന്നതാണ്, മുറാദാണ്. വതുഖീമസ്വലാത്ത, നിസ്കാരത്തെ നീ നിലനിർത്തലുമാണ്. വതുഅദ്ദിയ സകാത്ത, സകാത്തിനെ നീ കൊഴുവിട്ടലുമാണ്. അൽ മഫ്റൂദത്ത, ഫർളാക്കപ്പെട്ടതായ. വതസൂമ റമളാന, റമളാൻ മാസത്തിനെ നീ നോമ്പനുഷ്ഠിക്കലുമാണ്. കാല, വന്നാൾ ചോദിച്ചു, മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഖുർആനിലും ഹദീസിലും ധാരാളമായി ഉപയോഗിക്കുന്ന വാക്കാണ് ഇഹ്സാൻ. ആ ഇഹ്സാൻ പറഞ്ഞാൽ എന്താണ്? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, അൻ തഅബുദല്ലാഹ, നീ അല്ലാഹു തആലാക്ക് നീ ഇബാദത്ത് ചെയ്യലാണ്. കഅന്നക, നീ ആയതുപോലെ, തറാഹു, അല്ലാഹു സുബ്ഹാനഹു തആല നീ കാണുന്നവനായതുപോലെ നീ ഇബാദത്ത് ചെയ്യണം. കാരണം ഫഇല്ലം തകുൻ തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിൽ ഫഇന്നഹു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല യറാക, അവൻ നിന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു തആല നിന്നെ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് നീ അല്ലാഹുവിനെ കാണുന്നവനെ പോലെ നീ അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യണം. ഒരു നിലക്കും നിന്റെ ശ്രദ്ധ അല്ലാഹുവിനെ തൊട്ട് വിട്ടുപോകരുത്. ഇമാമിങ്ങൾ പറയുന്നു, ഒരാളുടെ ഇബാദത്തിനക്ക് ശ്രദ്ധ കൂടാൻ, ശൈത്താൻ്റെ ശല്യമില്ലാതിരിക്കാൻ മഹാന്മാരായ സ്വാലിഹീങ്ങളോട് കൂടെ സൗബത്ത് കെട്ടണം. സ്വാലിഹീങ്ങളെ സദസ്സുമായി ഒരുമിച്ച് കൂട്ടണം. സ്വാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂടണം. ഒരാൾ സ്വന്തമായി നിസ്കരിക്കുകയാണെങ്കിൽ, സ്വന്തമായി വല്ലതും ചെല്ലുകയാണെങ്കിൽ അവനക്ക് മനസാന്നിധ്യം ഉണ്ടാവില്ല, അവനക്കൊരു താല്പര്യമുണ്ടാവില്ല. 4 റക്അത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചവൻ 2 റക്അത്തായി ചുരുക്കും. ഒരു പേജ് ഓതാൻ ഉദ്ദേശിച്ചവൻ 1/4 പേജ് ഓതും. ഒരു ഹത്ത് ഓതാൻ ഉദ്ദേശിച്ചവൻ, ഒരു ജുസ് ഓതാൻ ഉദ്ദേശിച്ചവൻ 4 പേജ് ഓതി എഴുന്നേറ്റ് പോകും ഒറ്റക്കാകുമ്പോൾ. നേരെ മറിച്ച് മഹാന്മാരായ അല്ലാഹുവിൻ്റെ ഉസ്താദന്മാർ, മശായിഖന്മാർ, എല്ലാ സ്വാലിഹീങ്ങളുള്ള സദസ്സിൽ പോയിരുന്നാൽ അവരെല്ലാവരും ചെയ്യും പോലെ അവനക്ക് ചെയ്യാൻ കഴിയും, മനസാന്നിധ്യം ഉണ്ടാകും. എന്നതുപോലെ അങ്ങനെ സ്വാലിഹീങ്ങളെ സൂബത്ത് കൊണ്ട് അവനക്ക് മനസാന്നിധ്യമുണ്ടെങ്കിൽ അവൻ പള്ളിയിൽ പോയാൽ എല്ലാവരും ഖബലിയും ബഅദിയുമായ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഇവനും നിസ്കരിക്കും. അവർ നിസ്കാരം കഴിഞ്ഞ് ദിക്റല്ലുമ്പോൾ ഇവനും ദിക്റല്ലും. അവർ സുബഹിസ്കാരം കഴിഞ്ഞ് ഖുർആനോതുമ്പോൾ ഇവനും ഖുർആനോതും. ഇങ്ങനെ സ്വലാഹ് അവനക്ക് സ്വാലിഹീങ്ങളോട് കൂടെ ഉണ്ടാകുമ്പോൾ ഉണ്ടായിത്തീരുമെങ്കിൽ ആ സ്വാലിഹീങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാലും വേണ്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല. എന്നാൽ ഇവൻ എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുന്ന, ഒരു സെക്കൻഡ് പോലും ഇവൻ്റെ ശ്രദ്ധ വിട്ടുപോവാത്ത രാജാതിരാജനായ അല്ലാഹു തആലാൻ്റെ മുമ്പിൽ ആണ് അവനുള്ളത് എന്നും അവനെ അല്ലാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധം അവൻ്റെ മനസ്സിലേക്ക് വന്നാൽ എന്തായാലും അവൻ്റെ ഇബാദത്തിൽ അവനിക്ക് ആത്മാർത്ഥത ഉണ്ടായിത്തീരും. അങ്ങനെ നീ ഇബാദത്ത് ചെയ്യണം. കഅന്നക തറാ ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഖാല, വന്നാൾ ചോദിച്ചു, മത്തസ്സാഅ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ് സാഇൽ, ആമായ മറുപടിയാണ്. അതിനെപ്പറ്റി ചോദിക്കപ്പെട്ടവനല്ല, ബിഅഅലമ മിനസ് സാഇൽ, ചോദിച്ചവനേക്കാൾ കൂടുതൽ അറിയുന്നവനല്ല. ഇവിടെ ചോദിച്ചവനും ചോദിക്കപ്പെട്ടവനും സമാണ്. എന്നോട് ചോദിച്ചത് ആരാണോ അയാൾക്കുള്ളത് മാതിരി തന്നെയാണ് ചോദിക്കപ്പെട്ടവനിക്കുള്ളത്. രണ്ടർത്ഥം ഉണ്ട് അവിടെ.
ഒന്ന് ലോകത്ത് ആരോട് ഇതിനെപ്പറ്റി ചോദിച്ചാലും ഇതാണ് മറുപടി. മസൂല് സായിലിനേക്കാൾ ഏറ്റവും കൂടുതൽ അറിയുന്നവനല്ല, അതാ മറുപടി. ആ ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല, ചോദിച്ചവനക്ക് എന്താ അറിയോ അതേമാതിരി എനിക്ക് അറിയുള്ളൂ. പിന്നെ ഇവിടെ മറ്റൊരു രഹസ്യവും കൂടി ഉണ്ട്. അങ്ങനെ പറയപ്പെടുന്നു, ഹദീസിൻ്റെ അവസാനം കൊണ്ട് നോക്കുമ്പം അത് പറഞ്ഞത് ശരിയല്ല എന്ന് വരും. കാരണം അവസാനം പറയട്ടെ, ഇവിടെ ചില ആളുകൾ പറയും ചോദിച്ചത് ജിബ്രീലാണ്, മറുപടി പറയുന്നത് റസൂലാണ്. അപ്പോൾ റസൂലിനിക്ക് എനിക്ക് മസൂൽ ഞാനാണ്, ചോദിക്കപ്പെട്ടതായ എനിക്ക് ചോദിച്ചാൽ നിങ്ങളെക്കാളും അറിയില്ല, നമ്മൾ രണ്ടാളും ഒരേമാതിരിയുള്ള അറിവേ ഉള്ളൂ, എനിക്കും അറിയും ഇങ്ങൾക്കും അറിഞ്ഞു ഒരാളും അറിയണ്ട എന്ന അർത്ഥമാണെന്ന് വെച്ചവരുണ്ട്. ആ അർത്ഥം ശരിയല്ല. എന്താ അർത്ഥം? എന്താ? ഏതാള് ആരോട് ചോദിക്കപ്പെട്ടാലും ആ ചോദിച്ചവരേക്കാൾ കൂടുതൽ അറിവില്ല എന്നതാണ് ഇവിടെ അർത്ഥമുള്ളത്. അതിനർത്ഥം ജിബ്രീലിനും അറിയില്ല റസൂലിനും അറിയില്ല എന്നല്ല. പക്ഷെ ഇവിടുത്തെ അർത്ഥം എങ്ങനെയാണ്? മസൂലു അൻഹാ സായിൽ. കാരണം ഈ സായിൽ ജിബ്രീലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കുന്നത് ജിബ്രീൽ പോയതിൻ്റെ ശേഷമാണ് എന്ന് പിന്നീട് വരാൻ പോകുന്നുണ്ട്. വസഉഖ്ബിറുക അൻ അശ്റാത്തിഹാ. ഖിയാമത്ത് നാള് എപ്പോൾ നടക്കും? മത്തസ്സഅ, അതിന് മറുപടിയില്ല. അതിന് മൽ മസൂലു അൻഹാ ബിഅലം മിനസ് സായിൽ എന്നതാണ് മറുപടി. എന്നാൽ അതിൻ്റെ അടയാളങ്ങളെ തൊട്ട് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. എന്താണ് അടയാളം? വസഉഖ്ബിറു എന്നത് ഇമാം സമഖ്ശരി പറയുന്ന മാതിരി സീന് തഖീബിനിക്ക് ആവലോട് കൂടെ ഇസ്തിഖ്ബാലിനിക്ക് ആവലോട് കൂടെ തഹ്ഖീഖിനിക്കുമാവാ. എന്നർത്ഥം വരും വസഉഖ്ബിറുക അൻ അശ്റാത്തിഹാ. തീർച്ചയായും ഖിയാമത്ത് നാളിന്റെ അടയാളത്തൊട്ട് ഞാനിതാ പറഞ്ഞു തരുന്നു. എന്താണ്? ഇദാ വലദത്തിൽ അമത്തു റബ്ബഹാ. ഇദാ വലദത്തിൽ അമത്തു, ഒരു വെള്ളാട്ടി സ്ത്രീ പ്രസവിച്ചാൽ, റബ്ബഹ അവളുടെ ഉടമസ്ഥനെ പ്രസവിച്ചാൽ. ഒരു അമത്ത് എന്ന് പറയുന്നത് ഒറിജിനൽ അടിമ സമ്പ്രദായം ഉള്ളതിനെ സംബന്ധിച്ചാണോ? അതല്ല, മകൻ ഉമ്മാനെ ഭരിക്കുന്നത് കൊണ്ട്. എങ്കിൽ മകൻ ഉമ്മാനെ വെള്ളാട്ടിയുടെ സ്ഥാനത്ത് ആക്കി വെക്കുന്നത് കൊണ്ട് പറഞ്ഞതാണോ? പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും നല്ല അർത്ഥം അമ്മത്ത്, ഒരു വെള്ളാട്ടി സ്ത്രീ, അവൾ പ്രസവിക്കണം. റബ്ബഹ, അവൾക്കുള്ള ഉടമയെ, ഉമ്മാന്റെ ഉടമയായി മകൻ വരിക, മക്കള് ഉമ്മാനെ നിയന്ത്രിച്ച് വരിക. ഉമ്മാനെ മുതലാളിമാര് അമ്മത്തുകളെ ഉപയോഗിക്കും പോലെ ഉപയോഗിക്കുക, ഉമ്മാനെ സംഭോഗം ചെയ്യുക, ഉമ്മാനെ കൊണ്ട് വേലപ്പണിയെടുക്കുക. ഇങ്ങനെയുള്ള ഒരു സമ്പ്രദായം വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു കാലമായിരിക്കും അത്. സത്യമേത് അസത്യമേത്, പൊതുവെ പൊതുജന ഓരോരുത്തരും സംഭവിക്കേണ്ട സാമൂഹികമായ മര്യാദകളെന്ത് ഒന്നും തന്നെ അറിയാതെ എല്ലാം തകിടം മറിഞ്ഞൊരു കാലം. എന്നിട്ട് മക്കൾക്കുള്ള ഭാര്യ അവന്റെ ഉമ്മാനെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. ഇങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന കാലം അന്നാണ് ഖിയാമത്ത്. അതാണ് ഖിയാമത്ത് നാളിന്റെ അടയാളം. ആ ഒട്ടകമേപ്പുകാര് നീട്ടിയെടുത്താൽ, എങ്ങനെയുള്ള ഒട്ടകമേപ്പുകാരാണ്? അൽ ബുഹുമു. ബുഹുമിന് കുറേ അർത്ഥമുണ്ട്. ഒന്നുമില്ലാത്തവർ, ലാശയലഹും, ഒന്നുമില്ലാത്തവർ ബുഹുമ്. അല്ലെങ്കിൽ തറവാട് അറിയപ്പെടാത്തവർ. അവർ എവിടുന്ന് ജനിച്ചതാണ്, അവിടെ പിതാവിൻ്റെ പിതാവാര്, ഉമ്മാര്, അവിടെ തറവാട് അറിയപ്പെടാത്തവർ, മജ്ഹൂലീങ്ങളായ ആളുകൾ. അല്ലെങ്കിൽ അൽ ബുഹുമു എന്ന് പറഞ്ഞ കറുപ്പന്മാരായിട്ടുള്ളവർ. സിഫത്താക്ക അൽ ഇബിലിൽ ബുഹുമി എന്നും വായിക്കാന്ന. ബഹുമായ ഒട്ടകം എന്ന് പറഞ്ഞാൽ കറുത്ത ഒട്ടകം. ഒട്ടകത്തിൽ നിന്ന് തീരെ നിലവാരമില്ലാത്ത ഒട്ടകമാണ് കറുത്തൊട്ടകം. ആ നിലവാരമില്ലാത്ത ഒട്ടകത്തെ മേൽച്ച് നടക്കുന്നവർ. ഒട്ടകത്തിൽ തന്നെ വലിയ വലിയ ഒട്ടകങ്ങളുണ്ട്. ചുവപ്പൊട്ടകം, എല്ലാവിധ മത്സരങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ഒട്ടകങ്ങളുണ്ട്.
അതിനൊന്നും കൊണ്ടുപോകാത്ത ഒട്ടങ്ങളിൽ വെച്ച് നിലവാരമില്ലാത്ത ഒട്ടകമാണ് അൽ ബുഹിമി എന്നീ പിന്നിപ്പത്തായി വായിക്കുമ്പോൾ. അങ്ങനെ ഒന്നുമല്ലാത്ത ഒട്ടകങ്ങളെ, ഒന്നുമല്ലാത്ത ആളുകൾ, നമ്മൾ ഉസൂല് പ്രകാരം ഒരു സംഗതി രണ്ട് നിൽക്കർത്ഥം വെക്കാൻ രണ്ട് നിൽക്കും വെക്കാന്നുള്ളതാണ്. അപ്പോൾ ഒട്ടകങ്ങൾ കറുത്തവരാണ്, അതോടുകൂടെ അവരാണെങ്കിൽ കറുപ്പുള്ളവരും നെസപറിയപ്പെടാത്തവരുമാണ്. അവര് നീട്ടിയെടുക്കുക ഫിൽ ബുനിയാൻ, ബിൽഡിങ്ങുകളിൽ തത്താവുൽ ചെയ്യുക, നീട്ടി 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 വേപ്പോട്ട് കൂട്ടി 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 100, 200, 500, 600 തട്ടായിട്ട് പോവുക. അവിടെ പണ്ട് അവർക്കുള്ള അസിൽ നോക്കിയാൽ അവർക്ക് അസിലുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ, അതിനർത്ഥം ഒന്നുമല്ലാത്ത ആളുകൾ കരേക്കാരായി വരും, പണക്കാരായി വരും. നിലവാരമുണ്ടായിരുന്ന വലിയ വലിയ തറവാട്ടുകാർക്ക് ഒന്നുമില്ലാത്തവരോ അല്ലെങ്കിൽ ഇവരുടെ കൊള്ള ചേർത്തി നോക്കുമ്പം അടിച്ചമർത്തപ്പെട്ടവരോ ആയിട്ട് വരും. അങ്ങനെയുള്ള ആളുകൾ അധികരിച്ചു വരുന്ന സമയം, അതാണ് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടത്. ഇത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ഇത് ഖിയാമത്ത് നാൾ തൊട്ടടുത്ത് വരുമ്പോൾ അടയാളാണ് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുക, അല്ല പടിഞ്ഞാറിൽ ഉദിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ വേറുണ്ട്. ഇത് ഏകദേശം അടുക്കുമ്പോഴുള്ള അടയാളങ്ങളാണ്. ഫീ ഖംസിൻ ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹ്. ഈ ഖിയാമത്ത് നാളിൻ്റെ അറിവ് അത് 5 കാര്യങ്ങളിൽ പെട്ടതായ സ്ഥിതിയിൽ ലാ യഅലമുഹുന്ന, ആ 5 കാര്യങ്ങൾ അറിയില്ല. ഇല്ലല്ലാഹ്, അല്ലാഹു തആല അല്ലാതെ അറിയില്ല. ഏതോ റസൂലുള്ളാഹി തങ്ങൾ ഓതി അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, സുമ്മതല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ എന്ന് പറയുന്ന സൂറത്ത് ലുഖ്മാൻ്റെ അവസാനത്തായ 34-ാമത്തെ ആയത്തിനെ ഓതി. അല്ലായ ആയത്തിനെ നീ തീർത്തോദിക്കോന്ന എന്തായത്ത്? ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഇങ്ങനെയുള്ള 5 കാര്യങ്ങളുണ്ട്. ആ 5 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം അറിയുന്ന കാര്യമാണ്. അതിനെപ്പറ്റി വിശദമായിട്ട് വേറെ ഒരാൾക്കും അറിയില്ല. ആ 5 കാര്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഖിയാമത്ത് നാൾ എപ്പോൾ എന്ന ചോദ്യം പ്രസക്തമല്ല, അതിനൊക്കെ മറുപടിയില്ല. ഇൽമുസ്സാഅ, ഖിയാമത്ത് നാൾ നടക്കുന്ന പ്രധാനപ്പെട്ട ആ ഒരു പോയിന്റ് ടൈം, അത് ഒരാളെടുത്തില്ല. ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർ ഭൂമിക്ക് അന്ത്യമുണ്ട്, ലോകത്തിനൊക്കെ അന്ത്യമുണ്ട് എന്ന് പറയുന്നവർ കോടാനുകോടി ലോകങ്ങളെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോടാനുകോടി കാര്യങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു ആഴ്ചയേ ഉള്ളൂ. അവർക്കും കൃത്യമായി പ്രവചിക്കാൻ കഴിയൂല. വയുനസ്സിലുൽ ഗൈസ, മഴയെ ധാരാളമായി ഇറക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നവനാണ് ഇറക്കുന്നവൻ. മഴയെ ഇറക്കുക, എത്ര തുള്ളി മഴ വർഷിക്കുന്നുണ്ട്, ടോട്ടൽ ഇത്ര സെൻറ്റിമീറ്റർ എന്നൊക്കെ ശാസ്ത്രജ്ഞന്മാരാണ് പറയും. എന്നാൽ ഓരോരോ തുള്ളി എത്ര തുള്ളിറ്റി, എത്ര മഴകൾ ഓരോരോ വർഷത്തിൽ ഓരോരോ പ്രദേശങ്ങളിൽ എത്രയാണ് അടിച്ച് മഴ പെയ്തത് ഒരാൾക്കും അതറിയില്ല. ഞറിയിക്ക് എന്നെന്ന് പെയ്യുമെന്നുള്ളതും അറിയില്ല. പ്രവചിക്കും, ഇന്നോടത്ത് മഴ പെയ്യാൻ സാധനം ന്യൂനമർദ്ദം വീണ്ട അടയാളങ്ങൾ കണ്ട് പറയാം. ആ അടയാളങ്ങൾ കണ്ട് പറയുന്നത് നിഗമനേ ആവുള്ളൂ. ഉറപ്പായും പെയ്യുമെന്നറിയാൻ ഒരാൾക്കും ഇന്ന് വരെ സംവിധാനമില്ല. ഇനി മഴ പെയ്യുമെന്ന് ഉറപ്പാകുന്ന സമയത്താണ് പ്രവചിച്ചാൽ പോലും ആ മഴൻ്റെ തുള്ളികൾ എത്ര ഉണ്ടാകും, എത്ര ലിറ്റർ വെള്ളം ഉണ്ടാകും എന്നൊന്നും വിശദീകരിക്കാൻ കഴിയൂല. വയഅലമു മാ ഫിൽ അർഹാം, സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ എന്തെല്ലാം ഉണ്ടാകുമെന്നുള്ളതും അല്ലാഹു തആലയെ അറിയുള്ളൂ. വളരെ വിശദമാണ്. ഒരു പെൺകുട്ടിനെ കണ്ടു, ഒരു പെൺകുട്ടി ജനിച്ചു, ആ പെൺകുട്ടി ഇനി എത്ര പ്രസവിക്കും, അതിൻ്റെ ഗർഭപാത്രത്തിൽ എത്രയെല്ലാം മക്കളുണ്ടാകും, അത് അല്ലാഹുവേ അറിയുള്ളൂ. ഒരാൾക്ക് ഗർഭമുണ്ടായി കഴിഞ്ഞാൽ ആ പള്ളയിലുണ്ടായ കുട്ടി സ്കാൻ ചെയ്താൽ കുട്ടി ഉണ്ടെന്ന് പറയാൻ കഴിയുമല്ലേ? ഗർഭിണിയാണെന്ന് രക്തം നോക്കിയാൽ പറയാൻ കഴിയൂലേ? അത് കഴിയൂല എന്നല്ല പറഞ്ഞത്. മാ ഫിൽ അർഹാമിൽ എന്തെല്ലാം ഉണ്ടാകും, ഫിൽ അർഹാം
ഗർഭപാത്രത്തിൽ എത്ര കുട്ടികളുണ്ടാകും എന്നുള്ളത് ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ പറയാൻ ഒരാൾക്കും സാധ്യല്ല. ശൈഖുനാന്റെ അർത്ഥാണത്. പിന്നീട് ഓരോരുത്തർ എന്താണ് പ്രവർത്തിക്കുക എന്നുള്ളത് അറിയില്ല. ഇന്ന് വരുമ്പോഴത്തേന് ശേഷം ഓരോരുത്തർ എത്ര പ്രാവശ്യം ആടി, എത്ര വട്ടം ചെരിഞ്ഞു, എത്ര പ്രാവശ്യം അവൻ്റെ കൈയനക്കി, എത്ര പ്രാവശ്യം അവൻ്റെ കാലനക്കി, എത്ര പ്രാവശ്യം അവൻ്റെ ചെവി കൊണ്ട് അവൻ കേട്ടു, എന്തെല്ലാം അവൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, അതെല്ലാം അവൻ്റെ പ്രവർത്തനങ്ങളാണ്. അതിനേക്കാണ് കസ്ബ് എന്ന് പറയുക. അത് ഒരാൾക്കും അറിയില്ല. അവനവൻ ചെയ്യുന്നത് പോലും അവനവനിക്കറിയില്ല. ഏത് ഭൂമിയിൽ വെച്ച് മരിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല. അങ്ങനെ അറിയുകയാണെങ്കിൽ ആ മരിക്കുന്ന ഭൂമിയിലേക്ക് പോവാതിരുന്നാൽ പോരെ, പിന്നെ മരിച്ചൂലല്ലോ. ഇന്നല്ലാഹു അലീമുൻ ഖബീർ. സുമ്മ അദ്ബറ. ഈ ചോദ്യോത്തരം കഴിഞ്ഞതിൻ്റെ ശേഷം ആ വന്ന ആൾ തിരിച്ചു പോയി. ഫഖാല. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, റുദ്ദൂ, അയാളെ തിരിച്ചു കൊണ്ടുവരി, അയാൾ മടക്കി വിളിച്ച് അയാളെ അത് പറഞ്ഞു. ഫലം യറൗ ശയ്യാ, ഒരാരും ഒന്നും കണ്ടില്ല. ഫഖാല. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, ഹാദാ ജിബ്രീലു, ഇത് ജിബ്രീലാണ്. ജിബ്രീൽ വന്നിരിക്കുന്നു. യുഅല്ലിമുന്നാസ, ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നതായിട്ട്, ദീനഹും, അവർക്കുള്ള ദീനിനെ പഠിപ്പിച്ചു കൊടുക്കുന്നവരായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നതാകുന്നു. വേറെ റിവായത്താണ് ബാബിലിട്ട്, ജാ ജിബ്രീൽ അലൈഹിസ്സലാം യുഅല്ലിമുക്കും ദീനക്കും. കണ്ട, യുഅല്ലിമുക്കും ദീനക്കും എന്ന് അവിടെ ബാബിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അത് വേറെ റിവായത്താണത്. ഇനിയും ബുഖാരി തന്നെ വേറെ റിവായത്തും വരുന്നുണ്ട്. അപ്പറഞ്ഞത് വേറെ ബുഖാരി കേട്ടിയ മുഅല്ലക്കായ ഒരു റിവായത്താണ് പറഞ്ഞിട്ടുള്ളത്. അത് മുഅല്ലക്കാണ്. ഇവിടെ പറഞ്ഞ ജിബ്രീൽ ജാ യുഅല്ലിമുന്നാസ ദീനഹും. അവിടെ സദസ് അവര് ആ ആളെ റസൂല റുദ്ദൂഹു എന്ന് പറഞ്ഞപ്പോൾ പരക്ക ഓടി സദസ് സഹാബത്ത് പല സ്ഥലത്തും പോയി നോക്കി, ഒരാളും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ ഹദീസിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിമിലെല്ലാണ്ട് അവിടെ പറഞ്ഞത് എന്താ, ഞാനങ്ങനെ തെരഞ്ഞു പോയി, പിന്നീട് ഞാൻ തിരിച്ചു വന്ന് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ്, 3 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത്, അത് ആരാണെന്ന് എനിക്കറിയോ? പറഞ്ഞു കൊടുത്തു, അത് ജിബ്രീൽ എനിക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഖാല അബൂ അബ്ദില്ലാഹ്, മഹാനായ അബൂ അബ്ദില്ലാഹ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജഅല ദാലിക കുല്ലഹു മിനൽ ഈമാൻ. ആദ്യം ഈ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാനിൽ പെട്ടതായിട്ടാണ് പറഞ്ഞത്. ആദാ ജിബ്രീലു ജാഅ യുഅല്ലിമുന്നാസ ദീനഹും, അവർക്കുള്ള ഈമാൻ കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക. ദീൻ എന്ന് പറഞ്ഞാലും ഈമാൻ എന്ന് പറഞ്ഞാലും ഒന്നാണ്. അപ്പം അതുകൊണ്ട് ഇമാം ബുഖാരി പ്രത്യേകമായി സൂചിപ്പിക്കുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ഈമാനും ഇസ്ലാമും വേറിച്ച് പറയണ്ട, മൂമിനും മുസ്ലിമും രണ്ടും ഒന്ന് തന്നെയാണ്. നാം ഓതിയതായ ഈ ഹദീസ് ധാരാളം റിവായത്തുകളുള്ളതും ചില റിവായത്തുകളിൽ ചില കാര്യങ്ങൾ ഉദ്ധരിക്കുകയും ഉദ്ധരിക്കാതിരുന്നതും ശൈലിയിലും വ്യത്യാസമുണ്ട്. അതിലെല്ലാമുള്ള മുഖ്തസറ റിവായത്താണ് നാം ഇവിടെ ഓതിപ്പോകുന്നത്. ഈ ഹദീസിന് ഉമ്മുസുന്ന എന്നാണ് ഇമാമിങ്ങൾ പേര് വന്നിട്ടുള്ളത്. ഉമ്മുസുന്ന, ഹദീസുകളിലുള്ള സുന്നത്തിലെ ഉമ്മ എന്നാണ്. കാരണം എല്ലാ വിഷയങ്ങളും അതിലുണ്ട്. ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം, അതിൻ്റെ ശേഷമുള്ള ഖിയാമത്ത് നാള്, മഹ്ശറ, അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, ഇഹ്സാൻ, എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സർവ്വ മേഖലയിലേക്കും കടന്നിട്ടുണ്ട്. തൊട്ട് മുമ്പത്തെ വാബുകളിൽ നാം സൂചിപ്പിച്ചതുപോലെ ആരെങ്കിലും ഇതേ ഈമാൻ കാര്യം ഇസ്ലാം കാര്യം ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി. കാരണം ചില ഇസ്ലാം കാര്യമായി പറയുന്നത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അത് ചൊല്ലിയാൽ മതി മുസ്ലിമാവാൻ. അതിനർത്ഥം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു വന്ന എന്തെല്ലാം കാര്യമുണ്ടല്ലോ അതെല്ലാം സത്യമാണെന്നും അത് അള്ളാഹു നബി തങ്ങളേക്ക് കൊടുത്തയച്ചതാണെന്ന് വിശ്വസിക്കണം. അതിൽ പെട്ടു ലോകത്ത് കിതാബിലുള്ള ഖുർആനിലുള്ള ഹദീസിലുള്ള എല്ലാ നിയമങ്ങളും. അതൊന്നും ഇസ്ലാമല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഓൻ ഇസ്ലാമിനെ അറിയില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഇവിടെ ഇഹ്സാനെ സംബന്ധിച്ച് പറഞ്ഞോടുത്ത് ചില സൂഫിയാക്കളാണെന്ന് പറയുന്ന ചില കള്ളന്മാർ
അവിടെ വേറെ അർത്ഥം വെക്കലുണ്ട്. കുറേ ധാരാളം ചർച്ചകൾ ഈ ഹദീസിലുണ്ടെങ്കിലും ഇത് മനസ്സിലാക്കേണ്ടതാണ്. പലരും വഞ്ചിക്കാൻ വേണ്ടി പറയുന്ന അർത്ഥമാണ്. ഇന്നും ഈ അർത്ഥം വെക്കുന്നവരുണ്ട്. ഖാലമൽ ഇഹ്സാൻ ഖാലൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്ന് പറഞ്ഞോടുത്ത് അവരർത്ഥം എന്താ? അൻ തഅബുദല്ലാഹ്, നീ അല്ലാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യലാണ്. കഅന്നക തറാഹു, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ തീർച്ചയായും കാണും പോലെ ഇബാദത്ത് ചെയ്യണം. അവിടെ അവർ വെക്കുന്ന അർത്ഥം നമ്മളർത്ഥം ഒന്ന് തന്നെയാണ്. പിന്നീട് അവർ പറയുന്നത് ഫനാഇൻ്റെ മക്കാമിലേക്ക് ഇശാറത്താക്കി കൊണ്ടാണ്. എന്താ ഫനാഇൻ്റെ മക്കാമ്? അവനെ തൊട്ട് മറക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്താഗതിയിലേക്ക് വരിക. അവൻ തന്നെ ഉണ്ട് എന്ന ബോധം അവർക്ക് നഷ്ടപ്പെട്ടു പോവുക. അതിൽക്കാണ് മഹ്വിൻ്റെ ഹാലത്ത് ഫനാഇൻ്റെ മക്കാമ് എന്നെല്ലാം അവർ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ അപ്പം എന്താ അർത്ഥം? ഫൈലം തക്കുൻ, ആ കാലം താമാണ്. ഫൈലം തക്കുൻ, നീ ഇല്ലാതെയായാൽ, നീ ഇല്ലെങ്കിൽ, നിന്റെ മനസ്സിൽ നിന്ന് നീ ഇല്ലാതെയായി പോയാൽ തറാഹു, നീ അല്ലാഹുവിനെ കാണും. അതാ ജവാബ്. ഇന്നിൻ്റെ ജവാബ് അതാ. ഫൈലം തക്കുൻ, നീ ഇല്ലെങ്കിൽ, നീ ഫനാഇൻ്റെ മക്കാമിലേക്ക് എത്തിപ്പോയാൽ തറാഹു, നീ അല്ലാഹുവിനെ കാണും. കണ്ടോ, ഇതാണ് അവർ വെക്കുന്ന അർത്ഥം. ഫത്ഹുൽ ബാരി ഈ അർത്ഥത്തെ വളരെയധികം വിമർശിച്ചിട്ടുണ്ട്. വാഖ്ദമ ബഅ്ദു ഗുലാത്തി സൂഫിയ അലാ തഅ്വീലിൽ ഹദീസ് ബിഗൈരി ഇൽം ഫഖാല ഫീഹി ഇശാറത്തുൻ ഇലാ മഖാമിൽ മഹ്വി വൽ ഫനാ വതഖദീറുഹു ഫഇല്ലം തകുൻ ഫഇല്ലം തസിർ ഷൈഅൻ, നീ ഒരു ഷൈആയിട്ടില്ല. വഫനൈത അൻ നഫ്സിക, നിന്റെ നഫ്സിനെ തൊട്ട് നീ നശിച്ചു കളഞ്ഞു. ഹത്താ കഅന്നക ലൈസ ബിമൗജൂദിൻ, നീ ഇല്ലാത്തവനെ പോലെയായാൽ ഫഇന്നക ഹീനഇദിൻ തറാഹ്, അപ്പോൾ നീ അല്ലാഹുവിനെ കാണും. ഇതാണ് ഒരു വെക്കുന്ന അർത്ഥം. പലരും വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില സൂഫിയാക്കളാണെന്ന് വാദിക്കുന്ന ആളുകൾ എന്നോടൊരിക്കൽ വിളിച്ചു പറഞ്ഞു, ഞാനിപ്പോൾ അള്ളാഹിനെ കാണുന്നുണ്ട്, ഞാൻ ഇപ്പം ഫനാഇൻ്റെ ഹാലത്തിലാണ്, ഞാൻ ഇന്ന് കണ്ടു. എനിക്ക് പറയുന്ന എന്താ അവരെ പറ്റി പറയുക? ജഹാലത്ത്, അതേ പറയാൻ പറ്റുള്ളൂ. ജഹാലത്തിൻ്റെ അഹ്ലുകാർ അവർ ഈ ഹദീസ് ഇങ്ങനെ അർത്ഥം വെക്കുക, ഫഇല്ലം തകുൻ, നീ കൗനായിട്ടില്ലെങ്കിൽ, നീ കായിനായിട്ടില്ലെങ്കിൽ, നീ ഇല്ലാതെയായാൽ, നീ ഇല്ലെങ്കിൽ, നീ ഉണ്ടായിട്ടില്ലെങ്കിൽ തറാഹു, നീ അല്ലാഹുവിനെ കാണും. അവിടെയാണ് ഫത്ഹുൽ ബാരി പറയുന്നത് ഈ കൂട്ടർക്ക് നഹ്വിയായ യാതൊരു അറിവില്ല. എന്നിൻ്റെ ജവാബാണ് തറാഹു എന്നുള്ളതെങ്കിൽ ജവാബിനിക്ക് ജസ്മ് ചെയ്യണ്ടേ? ആഖിർ മുത്തല്ലാഫീലല്ലേ? ജസ്മ് ചെയ്യണത് ആഖിറിനെ കളയിൽ കൊണ്ടല്ലേ? അപ്പം ഇങ്ങനെ വരണ്ടേ? ഫഇല്ലം തകുൻ തറഹു എന്ന് പറയണ്ടേ? ഫഇല്ലം തകുൻ, നീ ഫനാഇൻ്റെ മക്കാമിലേക്ക് എത്തിയാൽ, നീ നിന്നെ മറന്നവനായാൽ, നീ ഇല്ലാതെയായി കഴിഞ്ഞാൽ തറഹു, നീ അല്ലാഹുവിനെ കാണും എന്ന് അലിഫില്ലാതെ പറയണ്ട. തറാന്നനുസരിച്ച് ആയിൻ്റെ അലിഫ് ഉണ്ടാകാൻ പാടില്ലല്ലോ. തറഹു, കാരണം ആഖിർ മുത്തല്ലാഫീലേക്ക് ജസ്മ് ചെയ്യൽ ആഖിറിനെ കളയിൽ കൊണ്ടിട്ടാണ്. ഇവിടെ ഏതെല്ലാം റിവായത്തുണ്ടോ ഉള്ള റിവായത്തിലെല്ലാം അവിടെ അലിഫിനെ സ്ഥിരപ്പെടുത്തി കൊണ്ടിട്ട് തന്നെയാണുള്ളത്. തറാഹു എന്ന് തന്നെയാണുള്ളത്. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്കലാനി തങ്ങൾ പറയുന്നത്, വഖഫല ഖായിലു ഹാദാ ലിൽ ജഹ്ലി ബിൽ അറബിയ്യത്തി അന്നഹു ലൗ കാനൽ മുറാദു മാ സഅമ ലകാന ഖൗലുഹു തറാഹു മഅദൂഫൽ അലിഫി ലിഅന്നഹു യസീറു മജ്സൂമാ ലികൗനിഹി അലാ സഅമിഹി ജവാബ അശ്ശർത്തി വലം യരിദ് ഫീ ഷൈഇൻ മിൻ തുർക്കി ഹാദൽ ഹദീസ് ബിഅദ്ഫിൽ അലിഫി. കണ്ടോ, ഒരൊറ്റ ഹദീസിൻ്റെ സനദിലും ഒരൊറ്റ തൊരീക്കിലും അദ്ഫുൽ അലിഫ് കൊണ്ടുവന്നിട്ടില്ല. പിന്നെന്താ പറയാനുള്ളത്? ഒമനിത്താണ്ട് മഹാനവർകൾ പറയാണ്, ഞാൻ ആരെങ്കിലും പറയാ ആ അലിഫിനെ ജസ്മിനെ കളയിൽ ആഖിറിനെ കളയിൽ കൊണ്ട് തന്നെ അവിടുത്തെ അലിഫ് ഇത്തിലാക്ക് അത് ളറൂറത്തിന് വേണ്ടി കൊടുത്തതാണ്.
ഇത് വെറുതെ ബെയ്ത്തല്ലല്ലോ. ഇബ്രാഹിം പറഞ്ഞ ഇതൊരു ബെയ്ത്തല്ലല്ലോ, ഇത് നസറല്ലേ, റസൂലുള്ളാഹിന്റെ വാക്കല്ലേ. ഫൈലം നബി തങ്ങൾ പാട്ട് പാടൂലല്ലോ. ഫൈലം തക്കുൻ തറാഹു, അവിടെ തറഹു എന്നാണ് പറയേണ്ടത്. അലിഫ് ബെയ്ത്തോക്കാൻ വേണ്ടി പറഞ്ഞതാണ്, ദുർവത്താണെന്ന് പറയുന്നത് ബെയ്ത്തല്ലല്ലോ. അല്ല മറുപടി ആയിട്ടുണ്ട് അത്. പിന്നെ ഫഇന്നഹു യറാക, പിന്നെ എല്ലാവരും അർത്ഥം വെക്കുക. ഇജില്ലാതെയായാൽ തറഹു, നീ അള്ളാഹുവിനെ കാണും. ഫഇന്നഹു യറാക, അപ്പൊ ഇജില്ലാതാവുമ്പോഴേ അള്ളാഹിനെ കാണുള്ളൂ, അല്ലാത്തപ്പോൾ അള്ളാഹിനെ കാണൂലേ? അപ്പൊ അതും ആ വാക്ക് ലായി ആണെന്ന് വരും. എന്നിട്ട് പറയാണ്, ഈ തഅ്വീല് വളരെ ഫസാദാണ് എന്ന് എനിക്ക് അറിയിക്കുന്ന വാക്കാണ് റിവായത്തു കഹ്മസിൻ. ഫഇന്നക ഇല്ലാ തറാഹു ഫഇന്നഹു യറാക്. ഫഇല്ലം തകുൻ തന്നല്ല, ഫഇന്നക ഇല്ലാ തറാഹു ഫഇന്നഹു യറാക. നമുക്ക് മറ്റൊരു റിവായത്തുള്ളത്, സുലൈമാൻ തൈമിൻ്റെ മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ ഉണ്ട്. എങ്ങനെയുള്ളത്? ഫഇല്ലം തറഹു ഫഇന്നഹു യറാക്. അങ്ങനെയുണ്ട്. ഫഇല്ലം തറഹു, വേറെ റിവായത്ത് ഫഇന്നക ഇല്ലാ തറാഹു. വേറെ റിവായത്തുള്ളത് ഫഇല്ലം തറഹു ഫഇന്നഹു യറാക. നമ്മൾ നേരെ അർത്ഥം, നീ അള്ളാഹിനെ കാണുന്നില്ലെങ്കിൽ കുന്നെ കാണ തന്നെ ഇല്ല. അതുകൊണ്ട് കുല്ലു ഹാദാ യുബ്തിലു തഅ്വീലൽ മുതഖദ്ദിമ. ഇല്ലം തക്കുൻ തക്കുൻ കാമൻ, തക്കുൻ എന്നുള്ളത് കൗനിൻ്റെ കാനയാണ്, താമാണ്, നീ ഇല്ലെങ്കിൽ എന്നാണ് അർത്ഥമുള്ളത്. ഫനാഇൻ്റെ ഹാലത്താണ് എന്നുള്ള അർത്ഥം ഇവിടെ വെക്കുന്നത് ബാത്തിലാണ്. ഫത്ഹുൽ ബാരി 148 1-ാം ജുസ്.